എല്ലാവർക്കും നമസ്കാരം. ലൂസൺ PSCയുടെ നോബൽ സമ്മാനവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നൊബേൽ സമ്മാനം കിട്ടിയവരെ പറ്റിയാണ്. ആർക്കൊക്കെയാണ് കിട്ടിയത്, എന്തിനൊക്കെയാണ് കിട്ടിയത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ജപ്പാനിലെ ഒരു സംഘടനയായ നിഹോൺ ഹിൻഡൻക്യോ ജപ്പാനിലെ ഒരു സംഘടനയാണ് നിഹോൺ ഹിൻഡൻക്യോ. അവർക്കാണ് 2024 നൊബേൽ സമ്മാനം, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇത് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പത്തിന് ഒരു കാര്യമുണ്ട്. അതായത് 24 മണിക്കൂറും ഒരു ഹോൺ അടിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പൊ 24 മണിക്കൂർ ഹോൺ അടിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ. അപ്പോ നോ ഹോൺ 2024 അല്ലെങ്കിൽ 24 മണിക്കൂറും നോ ഹോൺ ആണെങ്കിൽ നമുക്ക് സമാധാനം, പീസ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ കണക്ട് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. എനിക്ക് വർക്കായ കോഡ് ഇതാണ്. ഓരോരുത്തർക്കും ഓരോ കോഡാണ് വർക്ക് ആവുക. സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കുമെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ്. ഓക്കെ, പിന്നെ എന്തിനാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അണുവായുധങ്ങൾ ഇല്ലാത്ത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും അണുവായുധം ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അതായത് അണുവായുധം ഇല്ലാത്ത ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും അണുവായുധം ഇല്ലാത്ത ലോകം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമിച്ചതിനും പിന്നെ അണുവായുധം ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്ന് സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനുമാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇനി നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു സംഘടനയാണ് നിഹോൺ ഹിൻഡൻക്യോ. 1956 ഓഗസ്റ്റ് 10 ഈ സംഘടന നിലവിൽ വരുന്നത്. ഒരു ജാപ്പനീസ് സംഘടന. ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് അറ്റോമിക് ബോംബ് സർവൈവേഴ്സ്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. അപ്പൊ അവിടെ ജീവൻ പിടിച്ചു നിർത്തി അല്ലെങ്കിൽ അവിടുന്ന് അണുബോംബിനെ അതിജീവിച്ച ആൾക്കാർ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് നിഹോൺ ഹിൻഡൻക്യോ. അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. നിഹോൺ ഹിൻഡൻക്യോയുടെ സ്ഥാപക ചെയർമാൻ അല്ലെങ്കിൽ സ്ഥാപക പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാല് ഇച്ചിറോ മോറിട്ടാക്കി. അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. ഇച്ചിറോ മോറിട്ടാക്കി എന്ന് പ്രൊണൗൺസ് ചെയ്യാം. സംഗതി മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കോ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിലവിലെ കോ ചെയർമാൻ, അതായത് നിഹോൺ ഹിൻഡൻക്യോയുടെ കോ ചെയർമാൻ ആരാന്ന് ചോദിച്ചാല് ടോഷിയോക്കി മിമാക്കി. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് സാഹിത്യത്തിന്റെ കേസാണ്. സാഹിത്യത്തിന്റെ കേസ് പറഞ്ഞതിന് മുമ്പിൽ നൊബേൽ സമ്മാനം 2024 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഒരു സംഘടനക്ക് മാത്രമാണ് ലഭിച്ചത്. ഇപ്രാവശ്യം അത് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൂടി ഓർത്തിരിക്കാം. ഇനി സാഹിത്യത്തിന്റെ കേസ് വരുന്ന സമയത്ത് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം, ലിറ്ററേച്ചറിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഹാങ് കാൻ. സൗത്ത് കൊറിയൻ വനിതയാണ് ഹാങ് കാൻ. രാജ്യം സൗത്ത് കൊറിയയിലെ വനിതക്കാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. എന്തിനാണ് ലഭിച്ചതെന്ന് ചോദിച്ചാല് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യഗദ്യത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. അതൊന്ന് ഓർത്തിരുന്നു. അവരുടെ കൃതികൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യഗദ്യത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. സാഹിത്യത്തിന് ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ഹാങ് കാൻ. സൗത്ത് കൊറിയക്കാരിയാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർമ്മിച്ചിരിക്കുക. പിന്നെ നൊബേൽ സമ്മാനം ലഭിക്കുന്ന 18ാമത്തെ വനിതയാണ് ഹാങ് കാൻ. അതേപോലെ ദക്ഷിണ കൊറിയയിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് ഹാങ് കാൻ. അപ്പൊ 1ാമത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാല് കിം ഡേ യങ് അല്ലെ കിം ഡേ ജങ് എന്ന് പറയാം.
2000-ലാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. സമാധാനത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഫസ്റ്റ് ലഭിച്ചത് സൗത്ത് കൊറിയയിൽ ഫസ്റ്റ് ലഭിച്ചത് കിങ് ഡേ യങ്. 2000-ലാണ് സമാധാനത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സൺഷൈൻ പൊളിറ്റീഷ്യൻ എന്നറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ്, കിങ് ഡേ യങ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന കേസാണ്, അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹാൻകാന്റെ പ്രശസ്തമായ കൃതികൾ ഏതെല്ലാം ചോദിച്ചാല് ദി വെജിറ്റേറിയൻ, വി ഡു നോട്ട് പാർട്ട്, ഹ്യൂമൻ ആക്ട്, ദ ഗ്രീക്ക് ലെസൺസ്, ദി വൈറ്റ് ബുക്ക്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട കൃതികൾ. ഓർത്തിരിക്കേണ്ട കൃതികൾ ഇതാണ്. ഇത് കൂടി ഒന്ന് അതിന്റെ കൂടെ ഓർത്തിരിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി അടുത്ത നൊബേൽ സമ്മാനമാണ്. വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിന്റെ കേസ് നോക്കുന്ന സമയത്ത് മെഡിസിൻ ആർക്കൊക്കെയാണ് നൊബേൽ സമ്മാനം 2024 കിട്ടിയതെന്ന് നോക്കുന്ന സമയത്ത് 2 പേർക്കാണ് കിട്ടിയത് മെഡിസിനെ. ഒന്ന് വിക്ടർ ആംബ്രോസ്, അതേപോലെ തന്നെ ഗാരി റവ്കുൻ. രണ്ടുപേരും US പൗരന്മാരാണ്, അമേരിക്കൻ സിറ്റിസൺ ആണ്. അതേപോലെ തന്നെ ഇവരുടെ എന്തിനു വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തത്തിനാണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം കൊടുത്തതെന്ന് ചോദിച്ചാൽ mRNA അല്ലെങ്കിൽ മൈക്രോ ആർഎൻഎയുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിലുള്ള അതിന്റെ പങ്കിനും, mRNAയുടെ കണ്ടെത്തലിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിലുള്ള mRNAയുടെ പങ്കിനും കുറിച്ചുള്ള പഠനത്തിനാണ് അല്ലെങ്കിൽ കണ്ടെത്തലിനാണ് വൈദ്യശാസ്ത്രത്തിന് വിക്ടർ ആംബ്രോസിനും ഗാരി റവ്കുനും നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കോഡൊക്കെ നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയ കോഡിന്റെ പ്രത്യേകത പിന്നെ ഒരിക്കലും മറന്നുപോയില്ല. മറ്റുള്ളവരുണ്ടാക്കിയ കോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് കോഡ് സ്വന്തമായിട്ട് പരമാവധി ഉണ്ടാക്കാൻ ശ്രമിക്കുക, കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നവരെ. ഓക്കെ, ഇനി ഫിസിക്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 2024 ഫിസിക്സിന് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് ജോൺ ജെ ഹംഫീൽഡ്, US പൗരനാണ്. ജോൺ ജെ ഹംഫീൽഡ്. ഈ ഫീൽഡ് ഒക്കെ ഓർമ്മിച്ച ഫിസിക്സ് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതൊക്കെ ഇല്ലേ, അതൊക്കെ ഫിസിക്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഫീൽഡ് എന്ന് ഓർമ്മിച്ചാൽ ജോൺ ജെ ഹംഫീൽഡ് കിട്ടുമായിരിക്കും. അതേപോലെ തന്നെ ജെഫ്രി ഇ ഹിൻഡൺ. ഓക്കെ, അദ്ദേഹത്തിനുമാണ് ഫിസിക്സിന് നൊബേൽ സമ്മാനം 2024 ലഭിച്ചത്. അദ്ദേഹം ജെഫ്രി ഇ ഹിൻഡൺ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്വദേശിയാണ് ജെഫ്രി ഇ ഹിൻഡൺ. എന്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ഫിസിക്സിന് ഭൗതിക ശാസ്ത്രത്തിന് കൊടുത്തതെന്ന് ചോദിച്ചാൽ മെഷീൻ ലേണിംഗ് സാധ്യമാക്കാനുള്ള കണ്ടെത്തലിനാണ് ജെഫ്രി ഇ ഹിൻഡണും ജോൺ ജെ ഹോപ്ഫീൽഡിനും നൊബേൽ സമ്മാനം ലഭിച്ചത്. ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി കെമിസ്ട്രിയുടെ കേസിൽ വരുന്ന സമയത്ത് രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ ആൾക്കാരുടെ എണ്ണം 3 പേർക്കാണ്. 3 പേർക്ക് 2024 രസതന്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. അതിലൊന്നാണ് ഡേവിഡ് ബക്കർ അല്ലെങ്കിൽ ബീക്കർ എന്ന് ഓർമ്മിച്ചു വാങ്ങി. ബീക്കർ എന്ന് ഓർമ്മിച്ച ബക്കർ കിട്ടുമായിരിക്കും. ബീക്കർ ഒക്കെ നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ യൂസ് ചെയ്യാം. അപ്പോ ഡേവിഡ് ബക്കർ US കാരനാണ്, അമേരിക്കൻ പൗരനാണ്. അതേപോലെ രണ്ടാമത് ലഭിച്ചത് ഡെമിസ് ഹസാബിസ്. ഓക്കെ, അതേപോലെ മൂന്നാമതായിട്ട് ലഭിച്ചത് ജോൺ എം ജമ്പർ. ഇതുമായി ബന്ധപ്പെട്ട ഒരു കോഡ് ഉണ്ട്, പക്ഷെ അത് 80+ ആണ്. പരസ്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇത് ഈ ആദ്യത്തെ ആൾക്കാർ ഡേവിഡ് ബക്കർ US കാരനാണ്, ബാക്കിയുള്ള 2 പേര് ബ്രിട്ടീഷുകാരാണ് അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം അവിടെയുള്ളവരാണ്. ഓക്കെ, ഡെമിസ് ഹസ്ബിസും ജോൺ എം ജമ്പറും UK കാരാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയെന്ന് ചോദിച്ചാൽ അതും 3 പേർക്കാണ്. അവർ 3 പേര് US കാരാണ്, അമേരിക്കക്കാരാണ്. അതുകൊണ്ട് അതിൽ ടെൻഷൻ ഇല്ല, 3 പേരും അമേരിക്കക്കാരാണെന്ന് ഓർമ്മിച്ചാൽ മതി. ഇനി ആരൊക്കെയാണ് അതിന് ചോദിച്ചാല് ഡാരൻ അസെമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ്
ജെയിംസ് റോബിൻസൺ. കുറെ സണ്ണുമാരുണ്ട് അല്ലെ, സൺ, ജോൺസൺ, റോബിൻസൺ, സൈമൺ, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ കുറച്ച് പേരുകളുണ്ട്. ഡാരൻ, സൈമൺ, റോബിൻസൺ, അങ്ങനെയുള്ള പേരൊക്കെ ഉണ്ട്. അതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ല. 3 പേരും അമേരിക്കക്കാരാണ്. അതുകൊണ്ട് രാജ്യം പഠിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. 3 പേരും അമേരിക്കക്കാരാന്ന് ഓർമ്മിച്ചാൽ മതി. അമേരിക്കയിൽ ജീവിത ചെലവ് ഭയങ്കര ചെലവാണ്, സാമ്പത്തികമാണെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അമേരിക്ക ഭയങ്കര സമ്പത്തുള്ള രാജ്യമാണെന്ന് ആലോചിച്ചാൽ മതി. അതൊക്കെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്താണോ കണക്ട് ആവുന്നത് അതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിരിക്കാം. ഇവർക്ക് എന്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത് അല്ലെങ്കിൽ നൽകിയതെന്ന് ചോദിച്ചാൽ, എക്കണോമിക്സിന് നൊബേൽ സമ്മാനം നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാല്, ഇവർ നടത്തിയ ഗവേഷണം, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സൊസൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ കൺട്രീസ് പ്രോസ്പെരിറ്റി, ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് അവിടെ ഉണ്ടാവുന്ന സാമൂഹിക സ്ഥാപനങ്ങളുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ള പഠനത്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പൊ 2024 നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ കോഡ് ഉപയോഗിച്ച് പഠിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെ കോഡ് നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ കോഡ് ഉപയോഗിക്കുന്നവർ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് 2024 നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ 2023 നൊബേൽ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയും. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.